ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് തപസ്സുകാലത്തിലെ 5-ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 51 മുതൽ 59 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ അബ്രഹാം തന്നെ കണ്ടു, അല്ലെങ്കിൽ അബ്രഹാത്തിന്റെ കാലത്തിലെ താനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്നൊരു തർക്കം, വളരെ ആഴമേറിയ ഒരു ദൈവശാസ്ത്രപരമായ തർക്കമാണ് അവിടെ നടക്കുന്നത്. ഈശോ ഇങ്ങനെ തൻ്റെ ഒരു എറ്റേണിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്, ഐ ആം എന്ന് പറയുന്നത്. ഐ ആം ഹു ആം ഏഗോ എമീസും എന്ന് പറയപ്പെടുന്ന യഹോവ തൻ്റെ പേര് പറഞ്ഞതുമായി ബന്ധപ്പെടുത്തിയാണ് ദൈവശാസ്ത്രന്മാർ ഇതിനെക്കുറിച്ച് പറയുന്നത്. പുത്രനായ ദൈവത്തിൻ്റെ സാന്നിധ്യം അനാദിയിലേ ഉണ്ട്. അത് തിരിച്ചറിയാതെയാണ് ഈ ജനം ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെയാണ് അതിൻ്റെ ദൈവശാസ്ത്ര വശങ്ങൾ. പക്ഷേ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് ഈശോ മനുഷ്യരോട് പറയുന്ന 2 വരികൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്ന ഉചിതമാണ്. അവരിങ്ങനെ 8-ാം അധ്യായം 53-ാം വാക്യം എത്തുമ്പോൾ അവരിങ്ങനെ ഈശോയോട് ചോദിക്കുകയാണ്, നീ അബ്രഹാത്തേക്കാൾ വലിയവനാണോ, അതോ ഞങ്ങളുടെ മരിച്ചുപോയ പ്രവാചകന്മാരിൽ ഒരുവനോ അല്ലെങ്കിൽ അവരെക്കാൾ വലിയവനാണോ എന്നവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ മറുപടി നമുക്ക് വലിയൊരു മാതൃകയാണ്. ഈശോയുടെ മറുപടി ഇങ്ങനെയാണിത്: ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എൻ്റെ മഹത്വത്തിന് വിലയൊന്നുമില്ല, യാതൊരു വിലയുമില്ല. ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാണെങ്കിൽ ഗ്ലോറിഫൈ മൈസെൽഫ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുന്നുണ്ടെങ്കിൽ എൻ്റെ മഹത്വത്തിന് വലിയ വിലയൊന്നുമില്ല. എന്നിട്ട് 55-ാം വാക്യം, 8-ാം അധ്യായം 55-ാം വാക്യം പറഞ്ഞിങ്ങനെയാണ്: എന്നാൽ നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവ് എന്നെ മഹത്വപ്പെടുത്തും. പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്, ദൈവമാണ്. നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്ന എൻ്റെ പിതാവാണ് എന്നെ മഹത്വപ്പെടുത്തുന്നത്. അപ്പം ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുകയാണെങ്കിൽ ആ മഹത്വത്തിന് വലിയ വിലയൊന്നുമില്ല. ഇതൊരു വലിയ മാതൃകയാണ് ഈശോ നൽകുന്നത്. ഈശോ നമ്മളൊരു വലിയ തത്വം പഠിപ്പിക്കുക. നമ്മളൊക്കെ സ്വയം മഹത്വീകരിക്കപ്പെടുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ്. ഞാൻ എന്തൊക്കെയോ സംഭവമാണ്, എനിക്ക് എന്തൊക്കെയോ വലിയ അറിവുണ്ട്, എനിക്ക് അധികാരമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് കഴിവുണ്ട്, എനിക്ക് ജനസമ്മതിയുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മെക്കിട്ട് കയറാനായിട്ട് എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, കുടുംബ മഹിമയുണ്ട്, കുലമഹിമയുണ്ട്, പാരമ്പര്യമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, കഴിവുണ്ട്, അധികാരമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മനുഷ്യരാണ് നമ്മളോരോരുത്തരും. പക്ഷേ ഈശോ പറയുക, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തുകയാണ് എങ്കിൽ ആ മഹത്വത്തിന് വലിയ വിലയൊന്നുമില്ല, യാതൊരു വിലയുമില്ല. എന്നെ മഹത്വപ്പെടുത്തേണ്ടത് ദൈവമാണ്. അപ്പം നമ്മളുടെയൊക്കെ പ്രവർത്തികളും ചിന്തകളും വാക്കുകളും പ്രവർത്തികളും കൊണ്ട് ദൈവം നമ്മളെ മഹത്വപ്പെടുത്തണം. നമ്മളെ തന്നെ മഹത്വപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈശോ നമ്മൾ ഓർപ്പിക്കുക. അപ്പം അതായത് വ്യക്തമായിട്ടും ഇതൊരു ആത്മീയ പാഠമാണ്. അതായത് നമ്മൾ പലപ്പോഴും വളരെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും, നേരായിട്ടും അല്ലെങ്കിൽ വളഞ്ഞ വഴിക്കുമൊക്കെ നമ്മളെ തന്നെ മഹത്വപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. ചിലപ്പോൾ ഡയറക്റ്റായിട്ടൊക്കെ നമ്മൾ പലരോടും പറയും, ഞാൻ ആരാന്നറിയാവോ, എനിക്ക് ഈ കാര്യങ്ങളുള്ള അറിവ് എന്താണെന്ന് അറിയാവോ, അല്ലെങ്കിൽ എനിക്ക് ഇതിൻ്റെ പവർ എന്താണെന്ന് അറിയാവോ. നിങ്ങളിങ്ങനെ വരും. ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കും, നമ്മൾ ചിലപ്പോൾ ചില ഇടവുകളിലേക്ക് ഇരിക്കുമ്പോൾ ചില വലിയ ശ്രേഷ്ഠന്മാർക്ക് വരും, പ്രമുഖർ, പ്രമാണിയായിരുന്നുണ്ടെങ്കിൽ പറയാം. ചിലക്ക് ചോദിക്കും, ഞങ്ങൾ ആരാന്നറിയാവോ, നിങ്ങൾ ഈ അച്ഛന്മാർ വരും പോവും, ഞങ്ങളാണ് ഇതിൻ്റെ സകലത്തിൻ്റെ നടത്തിപ്പുകാർ, അങ്ങനെ സംഭവമൊക്കെ പറയും. അപ്പോൾ ഇയാൾക്ക് നമ്മളിപ്പോൾ ഈ പറയുന്ന രീതിയിൽ സ്വയം മഹത്വപ്പെടുത്താൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങൾ ഇങ്ങനെ നടത്തും. അപ്പോൾ നമ്മൾ എന്തോ വലിയ സംഭവമാണ്, അത് വളരെ ഡയറക്റ്റായിട്ടാണ്. ഇനി ഇൻഡയറക്റ്റായിട്ട് ചിലരെ ഇങ്ങനെ കുത്തി നമ്മളെന്തൊക്കെയാണെന്ന് കാണിക്കാൻ വേണ്ടിയുള്ള ചില ശ്രമങ്ങളും ചിലർ നടത്തും, ഇൻഡയറക്റ്റായിട്ടും. ഈ ഡയറക്റ്റായിട്ട് നടത്തിയാലും ഇൻഡയറക്റ്റായിട്ട് നടത്തിയാലും സ്വയം മഹത്വപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ പാഴ. ആ മഹത്വത്തിന് വലിയ വിലയൊന്നുമില്ല, ദൈവത്തിൻ്റെ മുമ്പിലുമില്ല, മനുഷ്യരുടെ മുമ്പിലുമില്ല. മനുഷ്യർ അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ക്രിസ്തു വളരെ വ്യക്തമാണ്, ഈശോനാഥൻ വളരെ വ്യക്തമായിട്ടും പറയുകയാണ്, ഞാൻ എന്നെ മഹത്വപ്പെടുത്താനൊന്നും ശ്രമിക്കാൻ പോകുന്നില്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് എൻ്റെ സാക്ഷ്യം, എൻ്റെ പ്രവർത്തികൾ. ഒരിടത്ത് ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനമാണ് എനിക്ക് സാക്ഷി നൽകുന്നത്, ഞാൻ പറയുന്ന കാര്യങ്ങളാണ് എനിക്ക് സാക്ഷി നൽകുന്നത്. മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ഞാൻ സ്വമേധയാ ചെയ്യുന്നതല്ല, എന്നെ അയച്ച എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ്റെ ഈ പ്രവർത്തികൾ തന്നെയാണ് ഞാൻ അയക്കപ്പെട്ടവനാണെന്നുള്ളതിൻ്റെ സാക്ഷ്യം എന്ന് ഈശോ പറയുന്നുണ്ട്. അപ്പോൾ ഈ എൻ്റെ വാക്കും എൻ്റെ പ്രവൃത്തിയും കൊണ്ട് ദൈവം എന്നെ മഹത്വപ്പെടുത്തും, ഞാൻ സ്വയം മഹത്വം ഇട്ടെടുക്കാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കിതൊരു
ആത്മീയ പാഠം, ഈശോ നൽകുന്ന ആത്മീയമായൊരു നല്ല മാതൃകയായി പാഠമായി നമുക്കിതിനെ സ്വീകരിക്കാം. സ്വയം മഹത്വം പ്രാപിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിടത്തും നമ്മൾ നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ എന്തോ ആണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി. മറിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യതയോടും ധാർമ്മികതയോടും വിശുദ്ധിയോടും വിശ്വാസത്തോടും സർവോപരി വിശ്വസ്തയോടും നിർവഹിക്കുകയാണെങ്കിൽ ദൈവം തന്നെ നമ്മളെ മഹത്വപ്പെടുത്തും. അങ്ങനെയുള്ള ആളുകൾക്ക് എറ്റേണൽ ലൈഫ്, നിത്യജീവൻ ഉണ്ടായിരിക്കും, അവർക്ക് മരണം ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് ഈശോ ഈ വചനഭാഗം തുടങ്ങുന്നിടത്ത് പറയുന്നത്, എൻ്റെ വചനം പാലിക്കുന്നവൻ മരണം കാണുകയില്ല, മരിക്കുകയില്ല, മരണത്തെ കാണുകയില്ല. ദേ വിൽ നെവർ സീ ഡെത്ത്. വേറൊരു തർജ്ജമ പറയുന്നത് ദേ വിൽ നെവർ ടേസ്റ്റ് ഡെത്ത്. മരണം രുചിക്കുകയില്ല, മരണത്തെ കാണുകയില്ല, അവർ മരിക്കാൻ പോകുന്നില്ല എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ മരണമില്ലാത്തവരായി മാറാൻ, ചിരഞ്ജീവികളായി മാറാൻ നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, സ്വയം മഹത്വം ആർജിക്കാൻ ശ്രമിക്കാതെ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും ക്രിസ്തുവിനെ പ്രഘോഷിക്കുകയും പ്രതിഫലിപ്പിക്കുകയും ചെയ്യുക വഴി ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. ആ മഹത്വം നമ്മളിൽ കുടികൊള്ളട്ടെ.